A few moments later. അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് ഒരു ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് നമുക്ക് ആൾക്കാരെ കയറ്റി നമ്മൾ നേരെ പള്ളിയിലോട്ട് പോയില്ല. ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പള്ളിയിലാണ് കല്യാണം കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നേരെ നമുക്ക് പള്ളിയിലോട്ട് പോകണം. ഇവിടെ ഒരു ഹോട്ടലാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരെ കയറ്റാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബസ് ഇവിടെ നിർത്തിയത്. ഇവിടെ നേരെ ആൾക്കാരെ കയറ്റി നമ്മൾ നേരെ എടത്തോ പള്ളിയിലാണ് പോകുന്നത്. പിന്നെ അതുപോലെ നമ്മളെ ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ട്, നമ്മളെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ബസ് മൊത്തം പൊടിയും കാര്യങ്ങളായി കംപ്ലീറ്റ് പൊടിയും കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഇവരെയൊക്കെ കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ബസ്സിന് പോണ വഴിക്കുന്ന വാട്ടർ വാഷും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം ധാരാളം ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കാരണം ക്രിസ്മസ് വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ യാത്രകളൊക്കെ നമ്മളെ ഇതിൽ കയറി ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ സൈഡിൽ കയറി ഒരുപാട് യാത്രക്കാർ നമുക്കിപ്പം ടൂറിന് വേണ്ടി ഒരുപാട് യാത്രക്കാരും കാര്യങ്ങളൊക്കെ നമുക്ക് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബിസിയാണ്. പിന്നെ അതുപോലെ തന്നെ ശബരിമല ട്രിപ്പ് കിടപ്പുണ്ട്. പിന്നെ നമ്മളെ തിരുവൈരാണിക്കുളം, ആലുവ, എറണാകുളം തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ യാത്രകൾ വരാൻ പോകുന്നു. അത് ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമുക്ക് ഇഷ്ടംപോലെ യാത്രകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവർ നേരത്തെ ബുക്ക് ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ നമുക്കത് ഡേറ്റ് നമ്മൾ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെടുത്ത ട്രിപ്പാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവരെ കൊണ്ടാക്കിയിട്ട് ഇനി അടുത്തൊരു ട്രിപ്പുണ്ട്. അടുത്ത ട്രിപ്പ് വെച്ച് നമുക്ക് ശബരിമല ട്രിപ്പാണ്. ശബരിമല സീസണാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുകൾ നമുക്കിപ്പം യാത്രകളൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിന് പോകുന്നത് ഫോഴ്സിൻ്റെ ട്രാവലർ നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അതിലായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ വേണ്ടി കുറച്ച് ക്യാഷൊക്കെ സെറ്റാക്കണം. അപ്പോൾ സെറ്റാക്കിയിട്ട് നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 3 ബസ് നമുക്ക് എടുക്കുക. അതിനെക്കുറിച്ച് ഇപ്പോൾ ചെറിയ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 3 ബസ് നമുക്ക് പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിയുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകാനുള്ളത്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഒരു 500 മീറ്ററേ ഉള്ളൂ. നേരെ നമ്മൾ പള്ളിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സമയം 5:45 ബസ് ഇത്തിരി പാടാണ് ഇവിടെ വളയ്ക്കാൻ. ജസ്റ്റ് ഒന്ന് വളച്ച് പതുക്കാം, വളച്ചെടുക്കാം. ഇവിടെ നിന്ന് ഈ കാണേണ്ട ഇതെല്ലാം ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കാണുന്ന എല്ലാ ഹോട്ടൽസാണ്. പിന്നെ ഇവിടെ ധാരാളം ഷോപ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ചായ കുടിക്കണം, അതാണ് അത്യാവശ്യം. കുറച്ച് അപ്പുറത്തെ ഒരു ചായക്കട ഉണ്ട്, അവിടെ പോയി ചായ കുടിക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി നമ്മളിവിടെ എടത്തോ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇപ്പം സമയം 5:45. അപ്പോൾ ഈ യാത്രക്കാരൊക്കെ ഇറങ്ങി നേരെ പള്ളിയിലോട്ടാണ് പോകുന്നത്. പയ്യനൊക്കെ വരെ ഇനി ടൈം എടുക്കും. അപ്പം നമുക്കിനി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോകുമ്പം ഏകദേശം ഉച്ചയാകുമെന്നാണ് തോന്നുന്നത്. കാരണം നല്ല ടൈം എടുക്കും ഇവിടെ നിന്ന് പോകുമ്പോൾ. ചിലവായിട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം ഇവിടെ പോയി ഒരു ചായ കുടിക്കാം, ഫുഡ് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സമയമാകുമ്പോൾ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്. അപ്പോൾ നമുക്കത് ഉച്ചയാകുമ്പോൾ ഇവിടെ വന്ന് ബിരിയാണി കഴിക്കാം. പിന്നെ ഇതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേഗം ഒന്ന് ഓഡിറ്റോറിയത്തിൽ തുറന്ന് പള്ളിയിലെ തുറക്കുമ്പോൾ ആൾക്കാർ കയറുമല്ലോ. അപ്പോൾ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്തായാലും നമുക്ക് ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കാം എപ്പോഴാണ് കെട്ട്. അത് ചൂടാം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ബസ് ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ഒരു കിളിയും ഒരു ഡ്രൈവർ മാത്രമാണ് നമ്മൾ പാലസ് ടൂറിൽ സ്റ്റാഫായിട്ടുള്ളത്. അപ്പോൾ അവരെടുത്തും ഒരു പുത്തൻമടത്തിൽ ബസ്, നമ്മൾ അമ്പായത്തുള്ളൊരു ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബസ്സിൽ ഇവർ വണ്ടർല ട്രിപ്പാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ട്രിപ്പ് നേരത്തെ ഇവർ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പിന്നെ ബസ് എടുത്ത് നേരെ ഇനി വന്നു. അപ്പോൾ ഇനി ഇവിടെ ഇവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ വൈകിട്ടൊക്കെ ആവും, 5 മണിയിലൊക്കെ ആവും. 5 മണിയൊക്കെ കഴിയും. കാരണം ഇവിടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകുള്ളൂ. അപ്പോൾ എന്തായാലും എടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, കല്യാണം എത്ര മണിക്കാണ്? കല്യാണം ഒരു 11 മണിക്കാവും. പയ്യനും കുറച്ച് ബന്ധുക്കളൊക്കെ വരാനൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ഏകദേശം മുഹൂർത്തങ്ങളൊക്കെ ഏകദേശം 11 മണിയിലാവുമെന്നാണ് പള്ളിയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ ഗൈസ് കല്യാണം വന്നിട്ട് 11 മണിക്കാണ്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ വൈകിട്ട് 5 മണിയാവും. നമുക്ക് നാളെ ഒരു ട്രിപ്പുള്ളതാണ്, ശബരിമല ട്രിപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി ബസ്സൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഇവരെ കൊണ്ടാക്കിയാണ് നാളെ അടുത്ത ട്രിപ്പ് എടുക്കാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു ട്രിപ്പെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇവർ വണ്ടർല ട്രിപ്പാണ് ഇവർ ആദ്യം പറഞ്ഞത്. അപ്പോൾ വണ്ടർല ഇവർക്ക് നോക്കിയിട്ട് പറയാം, ഇല്ലെങ്കിൽ ഇവർക്ക് സിൽവർ സ്റ്റോം, അതിരപ്പള്ളി സിൽവർ സ്റ്റോം ഉണ്ടല്ലോ, അവിടെയാണ് ട്രിപ്പ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. അവരിപ്പം ഏതാണെന്ന് ഇതുമായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഫിക്സ് ചെയ്താൽ മാത്രമേ ആ ട്രിപ്പ് പോവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് പോകാനുള്ളത് ശബരിമല ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി ചായ കുടിച്ചിട്ട് പോരാം. നമ്മുടെ ബസ്സാണെങ്കിൽ മൊത്തം ചെളിയാണ്, വണ്ടിയിലേക്ക് മൊത്തം അഴുക്കാണ്. ഇനി പോണ വഴി ഒന്ന് സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർ വേഷ തരും. കാരണം അയാൾ ഇത്തിരി കലിപ്പാണ്.
അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ബസ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം കൊണ്ട് കൊടുക്കാൻ, ഗ്യാരേജിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിക്കാം. ചേട്ടാ ഒരു വിൽസ്. ബിൽസ് ഇല്ല, സിസർ ഫിൽറ്റർ എടുക്കട്ടെ. അപ്പം ഒരു സിസർ ഫിൽറ്റർ ഒരു 2 എടുത്തോ. എത്ര രൂപയാണ്? എൻ്റെ ഉള്ളിൽ ചില്ലറ ഇല്ല, ഞാൻ ഗൂഗിൾ പേ ചെയ്താൽ മതിയോ? അവിടെ QR കോഡ് ഉണ്ട്, അതിൽ സ്കാൻ ചെയ്ത് അയച്ചോളൂ. 26 രൂപ. ഓക്കെ ഏട്ടാ, അയച്ചിട്ടുണ്ട്. ഗൈസ് ഇവിടെ വേറെ കടയൊന്നുമില്ല, നമുക്ക് എന്തൊരു ബർഗർ കഴിക്കാം. ചേട്ടാ ഒരു ബർഗറും ഒരു പെപ്സി, ചിക്കൻ ബർഗർ മതി. അതിന് എത്രയാണ് റേറ്റ്? സാർ നമുക്കിപ്പം ചിക്കൻ ബർഗർ ഇല്ല, നമുക്ക് ഫിംഗർ ചിക്കൻ ബർഗർ ഉണ്ട്, അതെടുത്തിട്ട് നമ്മൾ ചിക്കൻ ബർഗറില്ല, ഫിംഗർ ചിക്കൻ ബർഗറുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫിംഗർ ചിക്കൻ ബർഗറുണ്ട്. അതും എടുത്ത് നമുക്ക് 7up കൊടുക്കാം, അടിപൊളി സാധനമാണ്. 7up ഇല്ല, നമുക്ക് മൊജിറ്റോ ഉണ്ട്, ഒരു മൊജിറ്റോ എടുക്കാം. നല്ല അടിപൊളി കോംബോ ആണ് സാർ, അടിപൊളിയായിരിക്കും. എന്നാ അതെടുത്തോളൂ മോനെ. A few moments later. 220 അല്ലേ? സാർ 220 ആണ്, ഗൂഗിൾ പേ അല്ലേ? അപ്പോൾ ശരി സാർ, ഇനിയും വരണം. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബൊഫേ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ചിക്കൻ ബിരിയാണി കിട്ടും. അതെല്ലാം കഴിച്ചിട്ട് നമുക്ക് നേരെ വൈകിട്ടോടെ 5 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ തിരിച്ച് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നപ്പോൾ നമ്മൾ ഇതിന് ഫസ്റ്റ് മുമ്പ് ഇട്ടൊരു വീഡിയോ ഉണ്ട്, അവിടെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത് 2ാമത്തെ എപ്പിസോഡ് 2 ആണ്. അടുത്ത എപ്പിസോഡ് 3ലാണ് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നൊരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം പലവർക്കും മോഡ്, പിന്നെ അതുപോലെ മാപ്പ്, ഇതുപോലെ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഇതെങ്ങനെ ഡെലിവറി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിലൊരു ഗ്രൂപ്പുണ്ട്, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഗെയിമിംഗ് റോളക്സ് 2.0 ആണ്. അപ്പം അതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, കയറി ജോയിൻ ചെയ്താൽ മതി. ഗ്രൂപ്പിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്, ബസ്സിൻ്റെ മോഡ്, ലിവറി, കേരള മാപ്പ് മോഡ്, അതെല്ലാം. പിന്നെ കേരള ട്രാഫിക് മോഡ് ഡൗൺലോഡ് ചെയ്യുമ്പം ചിലവർക്ക് ഇഷ്യൂ വരുന്നുണ്ട്, ചിലർക്ക് ഡൗൺലോഡ് ആവത്തില്ല, ചിലത് ഗെയിം ഓപ്പൺ ആവത്തില്ല, പിന്നെ മാപ്പിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ഒരു വീഡിയോ നമ്മൾ ഈ ചാനൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 100% മാപ്പ് മോഡും കാര്യങ്ങളൊക്കെ വർക്കാവുന്നതാണ്. പിന്നെ താല്പര്യമുള്ളവർക്ക് ലിവറി, മാപ്പ് മോഡ് ഇതൊക്കെ ആണെങ്കിൽ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ലിങ്കാണ്. പാസ്വേഡ് ഉള്ളതാണെങ്കിൽ പാസ്വേഡും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.